സ്ട്രെസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ പോലും സ്പാ ഉണ്ടെന്ന് അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അതോ ആക്ച്വലി സ്പാ ആൻഡ് മസാജിങ് ഈസ് ഡിഫറെൻറ്റ്. ഇപ്പോൾ ശ്രുതി പറഞ്ഞ പോലെ മസാജിങ് ട്രീറ്റ്മെൻറ്റ് അതൊരു ആയുർവേദ തെറാപ്പിയാണ്. ബട്ട് സംഹൗ ദ സ്പാ ഇറ്റ്സ് സംതിങ് ലൈക്ക് മസാജിങ്. ഇപ്പോൾ നമ്മളൊരു ഓർത്തോ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ സം മസിൽസ് പെയിനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വിൽ റെഫർ ടു ദിസ് physiotherapy department. So physiotherapy is the same, some kind of massaging and some exercise they will advise. അപ്പോൾ എന്താ പറയുക, ഇവൻ അലോപ്പതിയിലും somehow something is related to massaging. I'm not talking about spa അല്ല, ബട്ട് ഇറ്റ്സ് ഇൻ സ്പാ സെൻ്ററിലും ഐ തിങ്ക് ഈ മസാജിങ് തന്നെയാണല്ലോ അവിടെ നടക്കുന്നത്. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ മറ്റേ ടൈപ്പ് സെൻറ്റേഴ്സ് ഐ ഡോണ്ട് നോ. ബട്ട് സ്പാ എന്ന് പറയും, ഇപ്പോൾ ഇവൻ ഞാനൊരു കോസ്മെറ്റോളജിസ്റ്റാണ്. അപ്പം സ്കിൻ ലൈഫ് എന്നാണ് എൻ്റെ ക്ലിനിക്കിൻ്റെ പേര്. അപ്പോൾ ഈ കോസ്മെറ്റോളജി സൈഡിലോട്ട് വരികയാണെങ്കിൽ ഈ മസാജിങ്ങിന് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് സൈഡുണ്ട്. കാരണം നമ്മളൊരു പേഷ്യൻറ്റിനെ മസാജ് ചെയ്യുമ്പോൾ ഫേഷ്യൽസ് മെഡിഫേഷ്യൽസ് ഒക്കെ ചെയ്യും. അതും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മസാജിങ്. അപ്പോൾ ഒരു ടിഷ്യൂസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും പിന്നെ ഒരു ഈവൻ ചെറിയ രീതിയിൽ ഇപ്പോൾ ഹെയർ ഒക്കെ ആണെങ്കിൽ ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനൊക്കെ ഈ മസാജിങ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ അലോപ്പതി സൈഡിലും മസാജിങ് ഈസ് ഗുഡ്. ഡോക്ടർ മസാജിങ്ങിന് പോയിട്ടുണ്ടോ? ഈവൻ ഐ തിങ്ക് എല്ലാ ഡോക്ടേഴ്സും ഈ സ്പാ സെൻറ്റേഴ്സിൽ പോകും. ബിക്കോസ് മസാജിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് സൈഡ് പറയുമ്പോൾ കുറച്ച് ഹാർഡ് മസാജിങ് ആയിരിക്കും. അവർക്ക് കുറച്ച് ട്രിഗർ പോയിന്റ്സ് ഉണ്ടാവും. ഇപ്പം നമ്മൾ പാരലൈസ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്ട്രോക്ക് വന്ന പേഷ്യൻസിനൊക്കെ ബൈസ്റ്റാൻഡേഴ്സ് മസാജിങ് സെൻറ്റേഴ്സിൽ പോയിട്ട് കുറേ നാളിങ്ങനെ മസാജൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സം കൈൻഡ് ഓഫ് ഒരു റിലീഫൊക്കെ വരാറുണ്ട്, കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റും വരാറുണ്ട്. അപ്പം സംതിങ് ഈസ് ദേർ ഇൻ ദാറ്റ് മസാജിങ്. Tell me one thing, നിങ്ങൾ ആരെങ്കിലും സ്പായിൽ മസാജ് എടുത്തിട്ടില്ല? Nobody has taken a massage. You haven't taken a massage? ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പറയൂ. സിനിമ കണ്ടതിന് ശേഷം ബ്രദർ സ്പാ സെന്ററിൽ ചെല്ലും. അങ്ങനെയാണെങ്കിൽ അതിന് ശേഷം ബ്രദറിന് സംഭവിക്കുന്ന ഒരു തരത്തിലുള്ള മാറ്റങ്ങൾക്കും ഞാൻ ഉത്തരവാദിയല്ല. സിനിമയായിട്ട് തന്നെ കാണണം. ഇതൊരു സിനിമയാണ്. ഇത് വീണ്ടും പറയാണ്, ഇത് എബ്രിഷൈൻ സ്പായാണ്. ഈ സിനിമയിൽ കാണിക്കുന്നതൊന്നും ശരിയല്ല. ഇതിലെ കഥയും കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും വെറും ഇമാജിനേഷൻ മാത്രമാണ്. ഇങ്ങനെയാണ് സ്പാ എന്ന് വിചാരിച്ച് ചെന്ന് പ്രശ്നത്തിൽ പെടരുത്. എനിക്ക് അത്ര പറയാനുള്ളൂ. നിങ്ങൾ കുഴപ്പത്തിലാണ്. നിങ്ങൾ പ്രോട്ടോൺ സ്പായിൽ ചെന്നാൽ ഓക്കെയാ. അങ്ങനെ കുറേ നല്ല അടിപൊളി സ്പാസ് ഉണ്ട്. പക്ഷെ എനിക്ക് പരിചയമില്ലാത്തതാണ്. അങ്ങനെ ഒരുപാട് സ്പാകളുണ്ട്. പക്ഷേ ഈ സിനിമയുടെ പോലെയാണെന്ന് വിചാരിച്ച് ചെന്ന അവസാനം കുഴപ്പത്തിലാവരുത്. അത് മൈക്ക് വെച്ച് ചോദിച്ചു. മഞ്ജു PR മഞ്ജു നമ്മൾ തമ്മിൽ കണ്ടു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഞാനിങ്ങനെ പല ഇൻ്റർവ്യൂസിലും ശ്രുതി ഇങ്ങനെ ഷെയർ ചെയ്യുന്ന കേട്ടു. ഞാൻ ശരിക്കും കുറേയധികം സ്പാ സെൻ്ററുകളിൽ പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവിടുത്തെ സ്പാ ഇവിടുത്തെ സ്പാ എന്നൊക്കെ പറഞ്ഞ് കംബോഡിയ സ്പാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ പൊതുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും ഇതുപോലെ ഒരു പ്രൊഫഷണൽ സ്പാ സെൻറ്റേഴ്സിൽ പോകുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ശ്രുതിയുടെ ആ ഒരു അനുഭവവും ഇപ്പോഴത്തെ ഒരു വിവാദവും നമ്മുടെ സ്പായും കൂടെ ചേർത്ത് 3 കാര്യങ്ങളും കൂടെ ചേർത്ത് പറഞ്ഞാൽ എന്തായിരിക്കും ശ്രുതിക്ക് ഷെയർ ചെയ്യാനുണ്ടാവുക? ഞാൻ പറയാം, സ്പാ എന്ന് വെച്ച് ഒരു മസാജ് എടുക്കുന്നത് അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. വെൻ യു ഗെറ്റ് ടയേർഡ്, അത്ലീറ്റ്സ് എല്ലാം അവരുടെ ഒരു അത്ലറ്റിക് ലൈഫിൽ അവർ അറ്റ്ലീസ്റ്റ് once a week ഒരു മസാജ് എടുക്കണം. അങ്ങനെയാണ്. കാരണം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾ ഫുൾ ഡേ ഇങ്ങനെ ഇരിക്കുകയാണ്, പ്രസ് കോൺഫറൻസ്, your hips, your legs will be hurting at some point in time when you become 30-35. അതൊക്കെ വേദനിക്കാൻ തുടങ്ങും. That's just how humans are. ഒറ്റ കാര്യം, 1.25 ഇഞ്ച് ശ്രദ്ധിക്കണം.
അതൊന്നും അത് സാറ് ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത് യു വിൽ ഹാവ് ടു ടേക്ക് എ മസാജ്. ഒന്ന് പോയിട്ടൊരു മസാജ് എടുത്താൽ യു വിൽ ഫീൽ ദ ഡിഫറൻസ്. യു ക്യാൻ സ്റ്റാൻഡ് സ്ട്രേറ്റ്. ഇപ്പൊ ഇങ്ങനെ ഞാൻ ഇരിക്കുകയാണ്, ഐ എം ടെലിംഗ് യു, ആ ബോഡി, നമ്മുടെ ഫിസിയോളജി ഇസ് സച്ച് ദാറ്റ് ആ ബോഡി ഷേപ്പ് മാറും. അത് കാരണം ചിലവർക്ക് സ്കോളിയോസിസ് വരും, ചിലവർക്ക് ബോൺസിന്റെ ഇഷ്യൂ വരും. അപ്പൊ അതൊക്കെ ഒന്ന് തിരുമ്മി മാറ്റാനുള്ള വെരി സൂപ്പർഫിഷ്യൽ ലെവൽ. അതായത് യു ഹാവ് ടു, ആൻഡ് വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് മസാജിന്റെ ഒരു വൺ ഓഫ് ദ ബർത്ത് പ്ലേസസ് ഓഫ് മസാജ് ആൻഡ് ഒഴിച്ചിൽ ഇസ് കേരളം. കോട്ടയ്ക്കൽ എൻ്റെ മദർ ഇൻ ലോ ആൻഡ് ഫാദർ ഇൻ ലോ എവറി ഇയർ, അവർ ഗുജറാത്തീസ് ആണ്, സൗത്ത് ഇന്ത്യൻസും അല്ല, എവറി ഇയർ 1 month ഇവിടെ കാലിക്കറ്റിൽ വന്നിട്ട് ദേ ജസ്റ്റ് ഒന്ന് ഒഴിച്ചിലിന് വേണ്ടി മാത്രം, കംപ്ലീറ്റ് ബോഡി ഡീടോക്സിന് വേണ്ടിയിട്ട് ദേ കം ഹിയർ. ഐ എം നോട്ട് സെയിങ് ഒഴിച്ചിലും സ്പാലും നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഒഴിച്ചിൽ ഇസ് എ ലിറ്റിൽ മോർ ഡീപ്പർ, മോർ സയന്റിഫിക് വേർഷൻ ഓഫ് എ സിമ്പിൾ മസാജ്. നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിന് കാലൊന്നും അമ്മയ്ക്ക് കൊടുത്തിട്ടില്ലേ? കാല് വേദനിക്കുമ്പോൾ ഞാൻ വലുതായിട്ടും ടിൽ മൈ ഗ്രാൻഡ് മദർ ഡൈഡ് ഐ വുഡ് പ്രസ് ഹർ ഫീറ്റ് ആൻഡ് പ്രസ് ഹർ ലെഗ്സ് ആൻഡ് ഗിവ്. സോ എവ്രിവെയർ ജസ്റ്റ് ഐ എം വെരി സർപ്രൈസിംഗ്, ആരും സ്പാ പോയിട്ട് മസാജ് എടുത്തിട്ടില്ല എന്ന്. യു ഹാവ് റൈറ്റ്, യു ഹാവ്. അതെ, ഞാൻ പറയട്ടെ, ഞാൻ കാര്യം നോട്ടീസ് ചെയ്ത എല്ലാവരും നോട്ടീസ് ചെയ്തോ, ഈ ആണുങ്ങൾക്ക് മാത്രം ഭയങ്കര നാണം, പെണ്ണുങ്ങൾ പോയിട്ട് സ്പാ എടുത്തിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ആണുങ്ങൾ ഇൻവോൾവ് ആകുമ്പോഴാണ്. ശ്രുതി എന്താ പറയുമോ, സ്ത്രീകൾക്ക് മസാജ് ചെയ്യുമ്പോൾ അത്ര കുഴപ്പമില്ല. ഇത് അരയിഞ്ച് മുക്കാലഞ്ചിന്റെ പ്രശ്നം വരുന്നതാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതാണ് ഈ സമൂഹത്തിലെ ഒരു പ്രശ്നം. നിങ്ങൾ അവിടെ പോയിട്ട് അനാവശ്യം കാണിച്ചാൽ ചിലപ്പോ റെയ്ഡ് വരും. അവിടെ പോയിട്ട് മസാജ് എടുത്ത റെയ്ഡ് വരും. അനാവശ്യം കാണിക്കാൻ എങ്ങനെ മനസ്സിലാവും? അത് റെയ്ഡ് നിങ്ങൾ പോവേണ്ടത് വളരെ ഓതന്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് പോവേണ്ടത്. നിങ്ങൾ സ്വന്തം നിലയിൽ അന്വേഷണം നടത്തണം. അത് അദ്ദേഹത്തിന് താല്പര്യമില്ല. അതെ, അന്വേഷണം നടത്തണം. പിന്നെ പൈസ കളയുന്നത് അദ്ദേഹം ചോദിക്കുന്നത്. പിന്നെ ഡെയിലി വർക്കൗട്ട് ചെയ്താൽ പോരെ? വർക്കൗട്ട് ചെയ്താൽ പോരെ? വർക്കൗട്ട് ചെയ്താലും യു വിൽ നീഡ് മസാജ്. ഞാൻ റെഗുലർലി വർക്കൗട്ട് ചെയ്യുന്നതാണ്, യു ഷുഡ് ഹാവ് എ മസാജ്. സ്പോർട്സിലുള്ള ആൾക്കാർ പോകും, അതൊന്ന് ചോദിച്ചു. ഒന്നര ഇഞ്ച് എവിടെ വരുന്നത് പ്രശ്നം? ഇതിന്റെ കഷ്ടം. Did you feel relaxed after that? അല്ല, ഞാൻ പറയുന്നത് സൊസൈറ്റിയിൽ നമ്മളിപ്പോഴും സ്പാനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഈ സൊസൈറ്റിയിൽ യാതൊരു കുഴപ്പവും നടക്കുന്നില്ലെന്നൊന്നും പറയുന്നില്ല. സ്പാ സിനിമയിൽ തന്നെ കുഴപ്പങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെ സ്പാ എന്നെ ഗ്ലോറിഫൈ ചെയ്യല്ല, പക്ഷേ നമ്മൾ കാരണം ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടരുതല്ലോ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഒരാളെ കൂടെ ഒന്ന് സംസാരിക്കണം, അതുകൊണ്ട്